ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് സോഷ്യൽ ഫോബിയയെ കുറിച്ചാണ്. പലതരം ഫോബിയ ഉണ്ട്. ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇന്റൻസ് ഫിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ, അതായത് അകാരണമായിട്ടുള്ള ഭയമാണ്. നമ്മൾക്ക് ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നാം. ഇപ്പോ ഷൈനസും ഫോബിയയും, ഇപ്പൊ സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാല് പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു കല്യാണത്തിന് കുറച്ച് ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ പോകാനുള്ള ഒരു ഭയം, ഉത്കണ്ഠ എന്നൊക്കെ പറയാം. അപ്പൊ ഷൈനസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ്. അത് ഷൈനസ് കോമൺ ആയിട്ട് എല്ലാ കുട്ടികളിലും എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളിൽ മാത്രമേ ഷൈനസ് ഉണ്ടാകാതിരിക്കുള്ളൂ. അല്ലാതെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളിൽ ചിലപ്പോൾ ഈ ഷൈനസ് കാണാറുണ്ട്. ഈ സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു സംഭവമാണ്. അതായത് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, നമ്മുടെ ഡെയിലി ലൈഫിനെയും ഒക്കെ അത് ബാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനൊരു കാരണമാകാം. ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല, സ്റ്റേജ് ഫിയർ വരും. അപ്പൊ കുറച്ച് മുതിർന്നു കഴിഞ്ഞാലും ഈ ഒരു സംഭവം കൂടിക്കൂടി വരും. ഒരു 4 ആൾ കൂടുന്ന സ്ഥലത്തൊന്നും പോകാൻ ഭയം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. ആരെങ്കിലും കൂടിയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടാം, നന്നായി സ്വെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെൻഷൻ വരാം, പാനിക് അറ്റാക്കിലേക്കൊക്കെ പോകാം. അപ്പൊ ഇത് സോഷ്യൽ ഫോബിയ എന്ന് പറയും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഫോബിയാണ്. പലതരം ഫോബികളുണ്ട്. ഇപ്പൊ ഹൈഡ്രോഫോബിയ, വാട്ടർ, ജലം കണ്ടാൽ പേടി. എയറോഫോബിയ, ഫ്ലൈറ്റിൽ കയറാനുള്ള പേടി. അക്രോഫോബിയ, ഹൈറ്റിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള പേടി. അപ്പൊ ഇതൊക്കെ കുറച്ചൊക്കെ കോമൺ ആണ്. സൈനോഫോബിയ, ഫിയർ ഓഫ് ഡോഗ്സ്. നിക്ടോഫോബിയ, ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിനെ പേടി. ഇങ്ങനെ ഒരുപാട് ഫോബിയകളുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് സോഷ്യൽ ഫോബിയയെ കുറിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോബിയ ഉള്ള ആളുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വല്ലാണ്ട് പേടി വരുന്നുണ്ട്, 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റുന്നില്ല, ജോബിന് പോകാൻ പറ്റുന്നില്ല, അകാരണമായിട്ടുള്ള ഭയം, ഹാർട്ട് റേറ്റ് കൂടുക, വല്ലാണ്ട് ഹാർട്ട് റേറ്റ് കൂടുക, ഏകദേശം പാനിക് അറ്റാക്കിലേക്കൊക്കെ പോകുന്ന ഒരു വഴി വരിക, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം നമുക്ക് CBT, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യാം. പല തെറാപ്പികൾ അവൈലബിൾ ആണ്. എന്താ പറയാ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതായത് മെല്ലെ മെല്ലെ ഈ ഒരു സംഭവത്തിലേക്ക് ആദ്യം പടം കാണിക്കും, പിന്നെ നേരെ കുറച്ച് 1-2 പേരെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഇപ്പൊ നല്ലൊരു ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവര് മെല്ലെ മെല്ലെ നിങ്ങളെയും കൊണ്ട് പുറത്തു പോയി ആ ഒരു സോഷ്യൽ ഫോബിയ മാറ്റാൻ വളരെയധികം സഹായിക്കും. ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ആന്റി ഡിപ്രസൻസ്, വല്ലാണ്ട് കൂടുന്ന ആളുകൾക്ക് പാനിക് അറ്റാക്കിന് കൊടുക്കുന്ന മെഡിസിൻസ് തന്നെ കൊടുക്കാം. സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ കൊടുക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഭയം, സോഷ്യൽ ഫോബിയ ഉള്ള ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. സോഷ്യൽ ഫോബിയയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. സോഷ്യൽ ഫോബിയ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഒരു കുട്ടി ഒരു 17-18 അഡോളസെന്റ് ഏജിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ പോയിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരിട്ട് നേടുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.